പ്രവാസികളുടെ ചോര ഊറ്റിക്കുടിക്കുന്ന വിമാന കമ്പനിയുടെ ആകാശക്കൊള്ളയെപ്പറ്റി ഷാഫി പറമ്പിൽ ലോകസഭയിൽ നടത്തിയ മൃദുവായ ഇംഗ്ലീഷ് കേട്ട് കുറേ മലയാളികൾക്ക് അങ്ങിങ്ങായി കുറച്ച രോമം പൊങ്ങി എന്നല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഷാഫിയുടെ പ്രസംഗം സൂക്ഷ്മമായും സ്നേഹത്തോടെയും കേട്ട സ്പീക്കർ വകുപ്പ് മന്ത്രിയോട് കാര്യം അവതരിപ്പിക്കുകയും ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗം വളരെ സ്നേഹത്തോടെ കേട്ടുനിന്ന വകുപ്പ് മന്ത്രി കാര്യം അന്വേഷിക്കാം എന്ന ഉറപ്പ് നൽകുകയും ചെയ്തു. പക്ഷേ വർഷങ്ങളോളമായി പ്രവാസ ലോകത്ത് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കെല്ലാം ഒരു രസം, ഒരു മധുരമായ, ഒരു സോഫ്റ്റായ ഒരു ഇംഗ്ലീഷ് പ്രസംഗം കേട്ടു. ആദ്യമായി ലോകസഭയിൽ വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് എല്ലാവരും ഒരു വിഷയം കേട്ടു. കന്നിപ്രസംഗം കത്തിക്കയറി. വളരെ നല്ലത്. അതോടെ ആ വിഷയം അവസാനിച്ചു. പ്രവാസികൾക്ക് ഒരു കാര്യമില്ല, പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കും. മലയാളികൾ ഒട്ടുമിക്ക കാര്യത്തിലും ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ യാത്രയുടെ വിഷയത്തിൽ പലപ്പോഴും എല്ലാവരും സ്വാർത്ഥരാണ്. എത്ര വിമാന കമ്പനി എത്ര കാശ് കൂട്ടിയോ ആ ടിക്കറ്റ് എടുത്ത് ഈ വെക്കേഷൻ സമയത്ത് അവർ നാട്ടിൽ പോയിരിക്കും, തിരികെ വരികയും ചെയ്യും. ഇതിനെല്ലാം കാരണം പറയും. ഇനി മലയാളികൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്ത് നമുക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യേണ്ട, നമുക്ക് പഴയ പോലെ ബോംബെയിലേക്കോ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്കോ യാത്ര ചെയ്ത് അവിടുന്ന് രസകരമായി കൂട്ടായിട്ട് നമുക്ക് ഒരുമിച്ച് കേരളത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചാലും ശരി, 99% ആളുകളും അതിന് പല കാര്യങ്ങളും പറയും. എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാൾക്ക് ഓപ്പറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എത്ര കാശായാലും ശരി ഈ ഒരു വിഷയത്തിൽ മലയാളികൾ പൊതുവെ സ്വാർത്ഥർ തന്നെയാണ്. ഈ കാര്യം വ്യക്തമായിക്കൊണ്ട് കമ്പനികൾക്കും അറിയാം, വിമാന കമ്പനികൾക്കും അറിയാം. അതുകൊണ്ട് ആര് എന്ത് പ്രസംഗിച്ചാലും ഒരിക്കലും ഈ ഒരു കാര്യത്തിൽ ഒരു പ്രയോജനവും പ്രവാസികൾക്ക് ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് പ്രവാസികൾ വ്യാമോഹിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഈ ഒരേ ഒരു കാര്യം, ബഹിഷ്കരണം മാത്രമേ നടക്കുകയുള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 1-2 സീസണുകളിൽ കേരളത്തിലേക്ക് ഇത്തരം റൈറ്റ് കൂടുന്ന സമയത്ത് യാത്ര ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം, ഒരു കുഞ്ഞ് പോലും യാത്ര ചെയ്യരുത്, താനെ കുറയും. എയർപോർട്ട് അതോറിറ്റികൾ, പല അതോറിറ്റികളും, കരിപ്പൂർ, കൊച്ചി, തിരുവനന്തപുരം, എത്ര ഇൻ്റർനാഷണൽ പ്ലെയിനുകൾ വരുന്ന എയർപോർട്ടുകളുണ്ട്. എല്ലാ സ്ഥലത്തുനിന്ന് എവിടെ നിന്നൊക്കെയാണ് റൈറ്റ് കൂട്ടുന്നത്, അവിടെയൊന്ന് കേരളത്തിലേക്കുള്ള ഒരുത്തരും കേരളത്തിലേക്ക് യാത്ര ചെയ്യരുത്. മറ്റെവിടെ എത്ര കാശാവട്ടെ അങ്ങോട്ട് യാത്ര ചെയ്യുക. കേരളത്തിലുള്ള ആളുകൾ കേരള പ്ലെയിനുകളെ, കേരള എയർപോർട്ടിനെ ബഹിഷ്കരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലല്ലാതെ, അങ്ങനെ വരുന്ന സമയത്ത് അവർക്കറിയാം എയർപോർട്ടിൽ പ്ലെയിനുകൾ എത്തിയിട്ടില്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നെല്ലാവരും അറിയാം. പക്ഷേ ഈ എയർപോർട്ടിലുള്ള ഈ വിമാന കമ്പനി മാത്രമാണോ ഈ കൊള്ള ലാഭത്തിൻ്റെ വിഹിതം പറ്റുന്നത്? അതറിഞ്ഞാൽ തന്നെ നമുക്ക് ഓരോ പ്രവാസിക്കും മനസ്സിലാക്കാം എത്രത്തോളം ഷാഫിയുടെ പ്രസംഗം രസകരമായ പൈങ്കിളി കഥ പോലെ നമുക്ക് കേട്ട് നിൽക്കാൻ ഒരു രസം. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു പ്രയോജനവുമില്ല. നന്ദി, നമസ്കാരം.